വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. മൗലിയിൽ പീലി ചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചെന്താമര ഇതൾ കണ്ണിനേറ്റം ചന്തം കലർത്തും മഷി എഴുതി പൂവിനാനന്ദമേകി വാഴും ഉൾപ്പൂവിനൊത്തൊരു നാസയേന്തി തൊണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിന്റെ മാധുര്യമെങ്ങും വീശി കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡതലങ്ങളിൽ മിന്നലാർന്നു ഭാരാദിയാഭരണങ്ങളേന്തി മാറിന്നു ശോഭ ഇരട്ടിയാക്കി. കൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും കൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗൽഗുരും. ഫുഡും മാറി, ചിന്തകളും മാറിയപ്പോൾ ഇന്ന് ഇന്ത്യൻസിന് സ്വാഭിമാനം ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ക്ലാരിറ്റിയും വ്യക്തതയും ഒരു തീവ്രതയും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ കുറേയൊക്കെ അച്ഛനമ്മമാർ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ സാത്വിക ഭക്ഷണത്തിൻ്റെ ആവശ്യകത. ഗീതയിൽ 17-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് 3 തരം ഭക്ഷണമുണ്ട് അർജുന എന്ന്. ഗീതയിൽ അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറേയൊക്കെ നമ്മളത് ഉൾക്കൊള്ളണം. അപ്പം എന്തിനാണ് നമ്മൾ സാത്വികത കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സാത്വിക ഭക്ഷണത്തിലൂടെ സാത്വിക ചിന്തകൾക്ക് രൂപാന്തരണം ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പറയും അതിന് ആശ്രയദോഷം എന്ന് പറയും. ഒരു ഭക്ഷണത്തിന് 3 ദോഷങ്ങളുണ്ട്. ഒന്നാമത്തത് പറയും ആ ഭക്ഷണത്തിന് ഗുണദോഷം, അതിൽ ചേരുന്ന വസ്തുക്കളുടെ ദോഷം നമുക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണല്ലോ ചിലതൊക്കെ നമുക്ക് പിടിക്കാതെ വരുമ്പോൾ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തതിന് പറയും ആശ്രയദോഷം എന്ന് പറയും. മൂന്നാമത്തതിന് പറയും നിമിത്ത ദോഷം എന്ന് പറയും. നിമിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ അത് കഴിക്കുന്നത് ആ അന്തരീക്ഷം അല്ലെങ്കിൽ ആ ചുറ്റുപാട് നന്നല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണല്ലോ കഴിക്കുന്ന സ്ഥലം വളരെയധികം
വൃത്തി ഉണ്ടാവണം. പണ്ട് പെൺകുട്ടികളോടൊക്കെ പറയില്ലേ അടുക്കളയിൽ കയറുമ്പോൾ മുടി കെട്ടണം എന്ന്. എന്തിനാ പറയുന്നത്? ഭക്ഷണത്തിൽ മുടി വീഴരുത്. മുടി വീണാൽ അത് കാണുമ്പം ആ ഭക്ഷണത്തിനോടൊരു അവേർഷം വരും. അപ്പം പിന്നെ കഴിക്കാൻ തോന്നില്ല. കഴിച്ചാൽ തന്നെ അത് എന്തെങ്കിലും ഒരു വിഷമത്തോടുകൂടി കഴിച്ചാൽ പിന്നെ അത് ഒമിറ്റ് ചെയ്യാൻ ദഹിക്കില്ല. അപ്പം കാരണം അത് ദഹിപ്പിക്കുന്നത് നമ്മുടെ ചിന്തയിലൂടെ ഉണ്ടാകുന്ന എൻസൈംസാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാവാം ആശ്രയദോഷത്തെക്കുറിച്ച് പറയും. ആരിൽ നിന്ന് വരുന്നു, ആര് തരുന്നു, ആ ഭക്ഷണത്തിൻ്റെ സ്വഭാവം എന്ത്, ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഭഗവാൻ പറയുന്നു 3 തരം ഭക്ഷണങ്ങൾ: താമസം, രാജസം, സാത്വികം. ഏതാണ് സാത്വിക ഭക്ഷണം? ആഹാരം സാത്വികമാണ്. ഏതാഹാരം? എങ്ങനെയുള്ളതാണ്? ആയു, സത്വ, ബല, ആരോഗ്യം. ആയുസ് വർദ്ധിപ്പിക്കുന്ന, സത്വഗുണം ഉണ്ടാക്കുന്ന. സത്വഗുണം എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ ഉണർത്തുന്ന, ബലം തരുന്ന, ആരോഗ്യം തരുന്ന, രസ്യ സ്നിഗ്ധ, രസം വിടാത്ത, സ്നിഗ്ധ എണ്ണമയം. ചില വെജിറ്റബിളൊക്കെ ഉണ്ടല്ലോ, ഫ്രഷ് ആണെങ്കിൽ അതിൽ ഒരു എണ്ണമയം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഭക്ഷണം. ഇപ്പം നമ്മൾ നാളികേരമൊക്കെ ഉണ്ടല്ലോ, ഫ്രഷ് ആണെങ്കിൽ അതിൽ ഓയിൽ ഉണ്ടാവുമോ? ഇങ്ങനെ ഭക്ഷണങ്ങൾ സ്നിഗ്ധ, സ്ഥിര, ഹൃദ്യ, മനസ്സിനും കമ്പമുണ്ടാവും. അങ്ങനെയുള്ള ഭക്ഷണം സാത്വിക പ്രിയ. അതെങ്ങനെ കണക്കാക്കിക്കൊള്ളണം? സാത്വികമായ ആഹാരമായി കണക്കാക്കണം. എന്നാൽ ഏതൊരു ഭക്ഷണത്തിലാണോ ദുഃഖശോകമയപ്രദ, എപ്പോഴും വയറിന് കുഴപ്പവും എപ്പോഴും അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന, രോഗങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം, അതെങ്ങനെയുള്ളതാണ്? കൂടുതൽ എരിവും കൂടുതൽ പുളിയും ഉപ്പും അങ്ങനെയൊക്കെ ഉള്ളൊരു കുറേ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മസാലകൾ ചേർത്ത ഭക്ഷണം. ഇത് നാവിന് രുചി തരും, പക്ഷേ ആരോഗ്യത്തിന് ആരോഗ്യം എന്ന് പറഞ്ഞാൽ കേവലം ബോഡിക്ക് മാത്രമല്ല, മനസ്സിൻ്റെ ചിന്തയെപ്പോലും അത് സ്വാധീനിക്കുന്നുണ്ട് പ്രിയാണ്. അപ്പം ഇതിലൊക്കെയാണ് ഈ നോൺ വെജൊക്കെ വരുന്നത്. അപ്പം ഈ നോൺ വെജ് കഴിക്കരുതെന്നൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ? ആവശ്യമില്ല വാസ്തവത്തിൽ. അത് നാവിന് മാത്രമേ ആവശ്യമുള്ളൂ. ആണോ? ആരോഗ്യം തരും നോൺ വെജ് കഴിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം ആന പറയും. ആനെന്താ പറയുക? ആളുകൾ കള്ള് ചെത്തുന്ന പന കഴിച്ചിട്ടാണ് എനിക്കിത്ര ആരോഗ്യമുള്ളത് എന്ന്. ഞാനൊരു നോൺ വെജും കഴിക്കുന്നില്ല, എൻ്റെ ആരോഗ്യമൊന്നും ആർക്കും ഇല്ല എന്ന്. ഉണ്ടോ? ആനയ്ക്ക് കുറേ കൂടി ബുദ്ധി ഉണ്ടെന്ന് കണക്കാക്കുന്നൊരു മൃഗമാണ്. അത്ര സാത്വികമാണത് കഴിക്കുന്നത്. ആരെങ്കിലും പുലിയെ പിടിച്ച് വളർത്താറുണ്ടോ? അയ്യപ്പസ്വാമിയുടെ വാഹനമാണെന്ന് പറഞ്ഞാൽ ഒന്ന് എഴുന്നള്ളിക്കട്ടെ. അവിടെ ശബരിമലയിൽ പുലിയുടെ പുറത്ത്. ഇനി അത് വേണ്ട, ശിവന്റെ വാഹനം ഒന്ന് കാളെ എഴുന്നള്ളിക്കട്ടെ, കൊണ്ടുവന്നിട്ട് തിരുമേനി കാളപ്പുറത്ത് ശിവന്റെ വിഗ്രഹം വെച്ച് കയറി കഴിഞ്ഞാൽ എത്ര ഭക്തന്മാർ തൊഴാൻ വരും നോക്കാലോ. അവിടെ ഒരു പാർവതീദേവിയും വരില്ല തൊഴാൻ. മനസ്സിലായില്ലേ? ഉണ്ടോ? അതാണ് സത്യം. ഇങ്ങനെ ഇതാണ് സത്യമെങ്കിൽ ആഹാരം സാത്വികമാവും തോറും ആയുർവേദത്തിൽ പറയും സത്വഗുണം അടങ്ങിയ ആഹാരം സത്വഗുണപരമായ ചിന്തകളുണ്ടാക്കും. അതാണ് സത്വഗുണപരമായ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത്? സത്വഗുണപ്രധാനമായ ആഹാരശുദ്ധോ സത്വശുദ്ധീന്ന്. ആഹാരം ശുദ്ധമാകും തോറും സത്വശുദ്ധി. നോക്കൂ, ഇന്നത് വളരെയധികം ഡോക്ടർമാർ പോലും റിയലൈസ് ചെയ്യുന്നുണ്ട്. ഈ ചെറിയ പിള്ളേർക്കൊക്കെ ചിക്കനൊക്കെ മേടിച്ചു കൊടുത്ത് പാരൻസ് ഇങ്ങനെ കുഴപ്പമാക്കിയത് കൊണ്ട് എന്തൊരു ദുരന്താ വന്നുകൊണ്ടിരിക്കുന്ന അറിയോ? ഇത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഹോർമോൺ ചികിത്സ എന്നിട്ടൊരു സാധനമുണ്ട്. ഇത് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഇങ്ങോട്ട് കയറുന്ന അച്ഛനും അമ്മയും അറിയുന്നില്ല. അത് വലിയൊരു ദുരന്തമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പല പല രോഗങ്ങളും അതിലൂടെ വരുന്നു എന്ന് പറയാണ്. ഈവൻ മൃഗങ്ങൾക്ക് പോലും ഇന്ന് നല്ല സാത്വികാഹാരം കിട്ടണില്ല. ഉണ്ടോ? എറണാകുളത്താണ് തോന്നുന്നു. വിദേശികൾ നോക്കുമ്പോൾ രാവിലെ തന്നെ നമ്മുടെ പശുക്കൾ ന്യൂസ് പേപ്പർ കഴിക്കണം. അപ്പോൾ അവർ ചോദിച്ചു വാട്ട് ഈസ് ദിസ് എന്ന് വെച്ചു. അപ്പോൾ ഒരാൾ പറയാണ് ഈവൻ ഞങ്ങളുടെ പശുക്കൾ പോലും ലിറ്ററേറ്റ് ആണ് എന്ന്, സാക്ഷരന്മാരാണെന്ന്. കാരണം അവർ പോലും കഴിക്കുന്നത് ന്യൂസ് പേപ്പറാണെന്ന്. അവർക്ക് പോലും നല്ലൊരു ഭക്ഷണം കിട്ടാനില്ലാത്തൊരു കാലം. നോക്കൂ, നിങ്ങൾ കാണാറില്ലേ പോസ്റ്റർ കഴിക്കുന്ന പശുക്കളെയൊക്കെ, സിനിമാ പോസ്റ്ററൊക്കെ? അതിനൊന്നും കിട്ടാനില്ല. പിന്നെന്ത് അതെങ്കിലും കഴിക്കേണ്ടത്? പ്ലാസ്റ്റിക്. എന്നിട്ട് സാക്ഷരന്മാരാണത്രേ. ആ വിദേശികൾക്ക് അത്ഭുതം, ഇങ്ങനെയുണ്ടല്ലോ നല്ല പശുക്കൾ ഇവിടെ എന്നുള്ളത്. ഒന്നും കിട്ടാത്ത ഗതി കിട്ടിട്ടായത് പുല്ല് തിന്നുന്നുണ്ട്, പാവം അറിയുന്നു. ഇങ്ങനെയാണ് സത്യം. അപ്പം അതുകൊണ്ട് ഇത് കുറേയൊക്കെ നമുക്ക് മാറ്റം വരുത്തിയിട്ട് എനിക്ക് തോന്നുന്നു ലോകത്തിന് നമുക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം ഇതായിരിക്കണം.
അതായത് നല്ല ഭക്ഷണം കഴിച്ചിട്ട് വേണം, നല്ല ബുദ്ധി സാമർഥ്യമുള്ളവർ. അപ്പോഴാണ് ഷാർപ്പായിട്ട് നല്ല നല്ല ചിന്തകൾ വരുന്നത്. ഇന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾ ചോദിക്കും ഇൻ്റലക്ച്വലി ആളുകൾ ഉയരുന്നില്ലേ സ്വാമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫോർമേഷനിൽ ഉയരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് വേണ്ട തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പം അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാംഗ്ലൂരിൽ ഒരു IT സ്ഥാപനത്തിന് തീ പിടിച്ചു. പത്രത്തിലൊക്കെ വായിച്ചോ? ഇവരൊക്കെ സോഫ്റ്റ്വെയറിൽ MS-ഉം MTech ഒക്കെ എടുത്തവരാണ്. ചെയ്ത ഫൂളിഷ്നെസ് എന്താണെന്നറിയോ? 6ാമത്തെ നിലയിൽ നിന്ന് നേരെ താഴേക്ക് ചാടുക. കുറേ എണ്ണം മരിച്ചത് വായിച്ചില്ലേ പത്രത്തിൽ, ചെറുപ്പക്കാർ? ഒരൊറ്റ ചാട്ടം. എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് പോലും ആ പരിഭ്രമം വന്നു. ആ മൈൻഡ് എന്താണ്, ഇൻ്റലക്ച്വലി പെട്ടെന്നൊരു ഷാർപ്പായൊരു തീരുമാനത്തിലേക്ക് വരുന്നില്ല. നോക്കൂ, നിങ്ങൾ യുദ്ധക്കളത്തിൽ തളർന്നുപോയൊരു അർജുനൻ ഷാർപ്പായിട്ടുള്ളൊരു ക്ലിക്ക് കൊടുക്കാൻ ശ്രീകൃഷ്ണ ഭഗവാന് സാധിക്കുന്നു. അത് ഉൾക്കൊള്ളാനുള്ളൊരു ആ ബുദ്ധിയുടെ ഒരു ഷാർപ്പ്നെസ് അല്ലേ അത്? ആണോ അല്ലയോ? അല്ലെങ്കിൽ അർജുനൻ ഓടിപ്പോവായിരുന്നു എവിടുന്ന്? യുദ്ധക്കളത്തിൽ നിന്ന്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ അതേ ഷാർപ്പ്നെസ്, അതൊക്കെ ഫുഡിൻ്റെ കുറേ രൂപാന്തരണമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് പലപ്പോഴും ഫുഡിൽ തന്നെയുള്ള ഈ തരത്തിലുള്ള അവിവേകമായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ആഹാര രീതികളായിരിക്കണം അവിവേകപരമായ തീരുമാനങ്ങൾ എടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, രാജസ ഭക്ഷണം കഴിയുന്നതും ദുഃഖശോകമയപ്രദ, അല്ലേ? അതാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൂടുന്നല്ല പറഞ്ഞത്. കുറേയൊക്കെ സത്യമല്ലേ അത്? ആണോ? നമ്മൾ സ്വന്തം ജീവിതത്തെ എടുത്തു നോക്കൂ. എത്രത്തോളം ലൈറ്റായിട്ട് കഴിക്കണോ അത്രത്തോളം നമ്മൾ ഹാപ്പിയാണ്. എത്രത്തോളം നമ്മൾ മസാലയൊക്കെ കൂട്ടി കഴിക്കണോ അന്ന് നമുക്ക് ഹെവിനെസ് തോന്നും. ആണോ? ഉണ്ടോ ഇല്ലയോ? ഒരു അപ്സെറ്റ് ആയതുപോലെ തോന്നും. പിന്നെ പോയി എത്രയും വേഗം കിടന്നാൽ മതി. കിടന്നാൽ പോലും ഉറക്കം വലിയ, ഇത് ഉള്ളിൽ കിടന്ന് കളിക്കുകയാണേ. അതാണ് സത്യം. ഇനി അതിലും അബദ്ധമാണ് അടുത്തത്. അതേതാണ്? താമസം. അതെങ്ങനെയാണ്? യാമം ഗതരസം പൂരിപര്യൂഷിതം യത് ഉച്ഛിഷ്ടമഭിചാമേദ്യം ഭോജനം താമസം. ഇത് താമസമാണ്. ഏത്? യാമം കഴിഞ്ഞത്. യാമം കഴിയുക എന്ന് പറഞ്ഞാൽ ഓരോ ഭക്ഷണത്തിനും ഓരോ സമയം. അത് പുളിക്കുക നമ്മൾ പറയില്ലേ, എന്താണ്, വളിച്ചു പോവുക, പുളിച്ചു പോവുക എന്നൊക്കെയുള്ളൊരു ഭാഷയുണ്ടല്ലോ. ആ ഒരു യാമം കഴിഞ്ഞ് ഇപ്പോൾ വളിക്കുന്ന പ്രശ്നമില്ല, കാരണം പെട്ടി തയ്യാറാണ്. ഇതിവിടെ നിന്നെടുത്ത് ആ പെട്ടി, വേറൊരു പെട്ടി, വേറൊരു പെട്ടി, 3 പെട്ടിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണല്ലോ ഭക്ഷണം. ഇപ്പം ഒന്നിനെടുത്ത് ഒന്നിൽ തണുപ്പിക്കും, മറ്റേലിട്ട് ചൂടാക്കും, ലാസ്റ്റിലിട്ട് സഹിക്കും. ഇത്രയുള്ളൂ കാര്യം. അങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യം അധികമൊന്നുമില്ല. ഒരാഴ്ചത്തേക്ക് ഞാൻ മാവരച്ച് വെച്ചിട്ടുണ്ടെന്നാണ്. ഒരാഴ്ച അതവിടെ കിടന്നിട്ട് അങ്ങനെ ശരിയാവണം. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മളും ഇത്തിരി താമസപ്രിയരായത്. താമസം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ലേറ്റാണ്. എണീക്കാൻ ലേറ്റ്, ചിന്തകളും വരുന്നത് കുറേ ലേറ്റായിട്ടാണ്. എല്ലാ കാര്യത്തിലും ഇത്തിരി താമസം വരാം. എപ്പോൾ വരിക വെച്ചാൽ അപ്പം വരാം. എപ്പോൾ വരും എന്നുള്ളൊരു ഉറപ്പില്ല. ഏത് കാര്യത്തിൽ അങ്ങനെ ആയിപ്പോയി. നമുക്ക് ആ ഷാർപ്പ്നെസ് പലതിലും നഷ്ടപ്പെടുന്നു. ഇന്ന് മാത്രമല്ല, ഈ താമസ ഭക്ഷണം കഴിക്കുമ്പോഴല്ലോ നമ്മളിൽ മേധസ് വർദ്ധിക്കും. അതാണ് ഓവർ ഫാറ്റും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ പല രീതിയിൽ അത് വരുന്നുണ്ടെങ്കിലും കുറേയൊക്കെ നമ്മളിന്ന് സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ ഈ തണുത്ത ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ കഴിക്കുമ്പോൾ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന അതിൽ കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഭക്ഷണം കഴിക്കുമ്പോഴല്ലോ കുറേ അധികം എന്താണ് ശരീരത്തിൻ്റെ മാംസപേശികളിലേക്ക് പോകും. കുറച്ച് മാത്രമേ രക്തത്തിലേക്ക് ചേരുള്ളൂ. അതിൻ്റെ നല്ല വശം കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് ഫുഡിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന എസൻസാണ് ഈ ബ്ലഡിലേക്ക് ട്രാൻസ്ഫോം ആയി ചെന്ന് പോകുന്നത്. ബാക്കിയുള്ളതൊക്കെയാണ് ഈ പേശികളും മറ്റൊക്കെയായി മാറുന്നത്. ഇന്ന് ആ ബ്ലഡിലേക്ക് പോകുന്നത് വളരെ കുറവായതുകൊണ്ടായിരിക്കാം കൂടുതൽ മരുന്നുകളൊക്കെ ആളുകൾക്ക് കഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ പഴയ ആളുകളുടെയൊക്കെ ആഹാര രീതിയിൽ വലിയൊരു വ്യത്യാസം. ഞാനിതൊക്കെ പറയുന്നതിന് കാരണം ഞാൻ ഈ വെജിറ്റേറിയൻ കഴിക്കുന്നവരുടെ ശരീരത്തിലുള്ള ബ്ലഡിന് പോലും കൂടുതൽ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ വെറുതെ പറയില്ല, ഇതൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരെ നിങ്ങൾ നോക്കൂ. ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ രോഗികൾ ആരായിരിക്കണം? ഈ നോൺ വെജ് കഴിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി നോക്കൂ. ഏറ്റവും കൂടുതൽ രോഗം ആർക്കാണ് കൂടുതൽ ഉണ്ടാവുന്നത് നോക്കൂ. പറയുന്നത് ശരിയാണോ? ആണോ അല്ലയോ? ഒരുവിധം സാത്വികതയിൽ ജീവിക്കുന്നവർക്ക് പൊതുവേ അങ്ങനെയൊന്നും രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രതിരോധ ശക്തി ശാരീരിക തലത്തിലും മാനസിക തലത്തിലും
വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളിന്ന് പ്രചരിപ്പിക്കണം നമ്മളെ കുട്ടികളിലേക്കൊക്കെ. കാരണം ഇന്ന് കുട്ടികളൊക്കെ വളരെയധികം മിസ്ഗൈഡഡ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഹോട്ടൽ സംസ്കാരമൊക്കെ വളരെ സ്വാധീനിക്കുന്ന ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കാനുള്ള ഒരു തീവ്രമായൊരു ആഗ്രഹം അവർക്ക് കൂടി വരികയാണ്. അതുകൊണ്ട് അവർ ഹെൽത്ത് വൈസ് വളരെ വീക്കാണ്. അപ്പം ഗീത പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേവലം ശ്ലോകം പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, ഹൗ വി ഷുഡ് ലിവ്, വാട്ട് വി ഷുഡ് ഈറ്റ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് സംസ്കാരം രൂപാന്തരം വരുന്നത്. ആണോ അല്ലയോ? അല്ലാതെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നിട്ട് ജീവിതം എങ്ങനെയായതുകൊണ്ട് എന്ത് കാര്യമുണ്ട്? ഓരോ കാര്യത്തിലും നമുക്ക് നിഷ്കർഷ വെക്കേണ്ടതുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഫുഡിലും നിഷ്കർഷ വെക്കേണ്ടത്. അല്ല സ്വാമി, അപ്പോൾ ഈ വട ഏതിലാണ് പെടുക? സാത്വികതയിൽ പെടുവോ രാജസികതയിൽ പെടുവോ? താമസിക്കുക, അതായിരിക്കും പലരുടെയും മനസ്സിലിരിക്കുന്നത്. കഴിച്ചു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അത് ഏതിൽ പെടും? ഞങ്ങളിപ്പോൾ എന്താ മനസ്സിലാക്കി വെക്കേണ്ടത്? മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചിന്തനം വേണ്ടത് നിങ്ങൾക്ക്. നല്ല നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ എന്ത് തന്നെയാണ്? സാത്വികത തന്നെയാണ്. അല്ലാത്തതൊക്കെയാണ് രാജസികം, താമസിക്കുക. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന ആ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിയെയും അതെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്നാണ് പറയുന്നത്. ബോധം പോകുക പറഞ്ഞാൽ ബോധക്കേട് വന്ന് പിന്നെ ആ കുട്ടി കരയുന്നൊക്കെയാണ് പറയുന്നത് ഭാഗവത്തിൽ. മാതൃപമുഖ ഉപദൃഷ്ട സർവാംഗോത്തിത വേദന, ആ കുട്ടിക്ക് ശരീരം മുഴുവൻ വേദന അനുഭവം. നമുക്ക് വേദന അനുഭവപ്പെടുമെങ്കിൽ ആ വേദനയെക്കുറിച്ചുള്ള ബോധം കുട്ടിക്കുണ്ടാവണമല്ലോ. അപ്പം 6ാമത്തെ മാസം ആ കുട്ടിയുടെ ബോധം ഉണരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ വേദന ഉണ്ടെന്ന് എങ്ങനെയാ അറിയാം? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം 6ാമത്തെ മാസം കുട്ടിക്ക് ബോധമുണരുന്നു. അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് പറയാണ്. പിന്നെ അവിടുന്ന് കുട്ടി പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ഇനി അധികമൊന്നും കഷ്ടപ്പെടാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണേന്ന്. ഇനി പുറത്തു വരണേന്നൊക്കെ പ്രാർത്ഥിച്ച ആ കുട്ടിക്ക് നല്ല ബോധ്യമുണ്ട്, ഭഗവാനെ അങ്ങേ സ്മരിക്കാത്തതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് എന്നുള്ളത്. ഇതൊക്കെ കപിലൻ പറയുന്നുണ്ട്. ഏതായാലും പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ അനുഭവിച്ചത് എന്നുള്ളത് മറന്നുപോയി കരയുന്നതാണ്. പിന്നെ അതോടുകൂടി തല തിരിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അന്ന് മുതൽ അവൻ്റെ ജീവിതവും തലതിരിഞ്ഞതായി. അങ്ങനെയല്ലേ? തല താഴോട്ടായിട്ടല്ലേ കുട്ടി വരിക? അതോടുകൂടിയിട്ട് ജീവിതം തലതിരിഞ്ഞതായി. പിന്നെ കല്യാണം കഴിക്കണു, അന്ന് മുതൽ വിളക്കിന് ചുറ്റും ചുറ്റിത്തിരിയല്ലേ? അന്ന് ചുറ്റിത്തിരിയലും തുടങ്ങി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ എവിടെ വെച്ചാൽ പോയാൽ മണ്ഡപത്തിൽ ചുറ്റി വരുമെന്നല്ലേ പറയുക. അവർ രണ്ടുപേരും നടന്ന് ഒരുമിച്ച് ചുറ്റാൻ തുടങ്ങും. അന്ന് ജീവിതം മുഴുവൻ അവർ ചുറ്റിത്തിരിയലും ആരംഭിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതൊന്നൊക്കെ ഒരു വ്യത്യാസം വരണമെങ്കിൽ എന്ത് വേണം? സാത്വികമായിട്ടുള്ള ഫുഡിൽ മാറ്റം വരുത്തണം, ജീവിത ചിട്ടകളിൽ മാറ്റം വരുത്തണം. നല്ലവരുമായിട്ടുള്ള സത്സംഗങ്ങളെ കൊണ്ടോ സജ്ജന സമ്പർക്കം കൊണ്ടോ നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ കുറച്ച് നേരം ജപവും ധ്യാനവും എല്ലാം പൂജകളും ഒക്കെ ചെയ്ത് മനസ്സിനെ ക്രമേണ വളർത്തിക്കൊണ്ടുവന്നാൽ സാത്വിക ഗുണം വർദ്ധിക്കും. സാത്വിക ഗുണം വർദ്ധിക്കും തോറും ഇവിടെ വെച്ച് മനസ്സ് സാമ്യാവസ്ഥയിൽ അല്ലെങ്കിൽ ജീവൻ മുക്താവസ്ഥ. ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? എന്തനുഭവങ്ങളെയും സമബുദ്ധിയിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നല്ല സംസ്കാരമുള്ള കുടുംബങ്ങളിൽ വന്ന് ജനിച്ച് അടുത്ത ജന്മം അവിടെ വെച്ച് നമുക്ക് വീണ്ടും തുടരാൻ സാധിക്കും. എളുപ്പം കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ പഴയ സംസ്കാരത്തെ തിരിച്ചു കിട്ടി നമുക്ക് ആരംഭിക്കാൻ സാധിക്കും എന്ന് കൃഷ്ണൻ 6ാം അധ്യായത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അർജുനൻ ചോദിക്കുകയാണ്, ഇൻ കേസ് ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക്